തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന CPM 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് പൊതുചർച്ചയ്ക്ക് തുടക്കമായി. ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം 13 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അവിടെ ത്രിപുരയിൽ ഒഴികെ വലിയ തോതിൽ പാർട്ടിക്ക് വോട്ട് ശതമാനം നഷ്ടമാകുന്നു, 1% പോലും തിരിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ വളരെ ശക്തമായൊരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഈ മണിക്കൂറുകൾ ഉണ്ടാവുന്നു എന്ന് വേണ്ട കരുതാൻ. ദീപക്. തീർച്ചയായും 24ാം പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തം നിലയിലുള്ള അസ്തിത്വം വർദ്ധിപ്പിക്കുക, അത് വിപുലീകരിക്കുക. അതായത് ഇടതു മുന്നണി എന്നുള്ള നിലയിലും ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിലുമുള്ള വിശാലമായ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് CPIM എന്ന നിലയിൽ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുക, അതിന് ഉതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയമായ നയസമീപനം ഉണ്ടാവുക. അതിനുവേണ്ടിയാണ് ഇന്നലെ പ്രകാശ് കാരാട്ട് രാഷ്ട്രീയ നയരേഖ അവതരിപ്പിച്ചത്. ആ രാഷ്ട്രീയ നയരേഖയിൽ ഭേദഗതികൾ അനവധിയുണ്ട്. ആ ഭേദഗതികളിൽ കേരളം ആവശ്യപ്പെട്ടത് ഈ സ്കീം വർക്കേഴ്സിനെ, അതായത് ആശാ വർക്കേഴ്സിനെയൊക്കെ സ്റ്റാഫ് പരിധിയിലേക്ക് സർക്കാരിൻ്റെ ജീവനക്കാർ, തൊഴിലാളികൾ, വളണ്ടിയർമാർ എന്നുള്ള തസ്തികയിൽ നിന്ന് മാറ്റണമെന്നുള്ളതിലാണ്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ രാഷ്ട്രീയ നയരേഖയിൽ ചർച്ച നടക്കും. ഇന്ന് 8 പേർ, കെ രാഗേഷും മന്ത്രി മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള 8 പേർ പങ്കെടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഭരണ തുടർച്ചയ്ക്ക് ഇപ്പോൾ പാർട്ടിക്ക് ആകെ ഭരണമുള്ളത് കേരളത്തിലാണ്. കേരളത്തിലും കൂടി ഭരണമില്ലെങ്കിൽ സ്വാഭാവികമായും പാർട്ടി ഇന്ത്യയിൽ ഭരണമില്ലാത്തൊരു പാർട്ടിയായി മാറും. അതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നയരേഖയ്ക്ക് ശക്തി നൽകുന്ന രീതിയിലുള്ള ചർച്ചകൾ, അത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അശോക് ധവള CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം 24നോട് സംസാരിച്ചു. അദ്ദേഹം പ്രായപരിധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതായത് പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ പാർട്ടി PBയിൽ നിന്നും പുറത്തേക്ക് പോകും, പ്രായപരിധി നടപ്പിലാക്കി എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത്തരത്തിലാണ് വാർത്തകൾ വന്നത്. അത് പല നേതാക്കളും സ്ഥിരീകരിച്ചതുമാണ്. പക്ഷേ എന്നാൽ ഇന്ന് അശോക് ധവള പറഞ്ഞത് പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന് എക്സംഷൻ നൽകിയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5-ാം തീയതി ആയിരിക്കും, 6-ാം തീയതിയോടുകൂടി ആയിരിക്കും ആരൊക്കെ PBയിൽ തുടരണം, അതായത് പ്രായപരിധിയുടെ വാൾ കർക്കശമായി നടപ്പിലാക്കില്ല എന്ന സൂചനയാണ് അശോക് ധവള നമുക്ക് നൽകിയത്, 24ന് നൽകിയത്. ആഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ഡിക്ലൈനെ പറ്റി വളരെ സീരിയസ് ആയി തന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ സജീവമായൊരു ചർച്ച അവിടെ നടക്കുകയും ചെയ്യും.